അമേരിക്കയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള പത്രം വാഷിംഗ്ടൺ പോസ്റ്റ്, അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ ചാനൽ ഒന്നായിട്ടുള്ള ആക്സിയോസ്, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സേനയുടെ സംയുക്ത സേനാ മേധാവിയായി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട് ട്രംപ് ഇറാൻ ആക്രമണത്തെക്കുറിച്ച്. സംയുക്ത സേനാ മേധാവി ഡാൻ കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു തരത്തിലും നമുക്ക് ഗുണം ചെയ്യില്ല. വെനുൻസുലയിൽ കയറി ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയതല്ല ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന പ്രദേശത്ത് ഇറാനെ ആക്രമിക്കാൻ ചെല്ലുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള സൗദി, UAE അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ആക്രമണത്തെ എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയില്ല. നമുക്ക് വേണ്ടത്ര ആയുധങ്ങൾ, ഒരു വലിയ യുദ്ധം നയിക്കാനുള്ള ആയുധങ്ങൾ അവിടെ എത്തിയിട്ട് 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഒരു മണ്ണിൽ നിന്നും ആക്രമിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇറാൻ ഇവിടെ പോലെയല്ല, വെനുൻസുലയെ പോലെയല്ല എന്നുള്ള നിലപാടാണ് കെയ്ൻസ് എടുത്തിരിക്കുന്നത്. അത് പറഞ്ഞതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ട്രംപ് പറയുന്നത് ഇത് 100% ഇൻകറക്റ്റ് ആണ്, തെറ്റായ വാർത്തയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ക്ഷുഭിതനായി. ഞാനാണ് ഇതിൻ്റെ മേധാവി, ഞാൻ പറയുന്നത് കേട്ട് ആക്രമിക്കാനുള്ള ചുമതല മാത്രമേ സൈനിക മേധാവിക്കുള്ളൂ, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഈ രീതിയിൽ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച ചർച്ചയാണ്, ആണവ ചർച്ച ഇറാനുമായി പരാജയപ്പെട്ടാൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ കാര്യത്തിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള അജ്ഞാത സന്ദേശം പ്രചരിക്കുന്നുണ്ട് ഇറാൻകാർക്കിടയിൽ. ഹീസ് എ മാൻ ഓഫ് ആക്ഷൻ, ബിവെയർ. അദ്ദേഹം പ്രവൃത്തിയുടെ ആളാണ്, നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നുള്ള രീതിയിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ, ഈ ബഹളത്തിനിടയിൽ ഇസ്രായേലും യുദ്ധം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ അവിടെ എത്തുന്നത്. എന്തിനാണ് ഈ സമയത്ത് അവിടെ പോകുന്നത് എന്ന ചോദ്യം ഇന്നലെ നടന്ന പാർലമെന്ററി കമ്മിറ്റിയിൽ, വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു. ഈ അവിടെ ടെറർ അറ്റാക്ക് ഉണ്ടായി ഇസ്രായേല് പാലസ്തീനിൽ കയറി, ഗസയിൽ കയറി ആക്രമണം നടത്തി 70,000 പേര് മരിച്ചു. അറബ് രാജ്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പോകേണ്ട കാര്യമില്ല എന്നുള്ള ചോദ്യം പാർലമെന്ററി കമ്മിറ്റിയിൽ വന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇതൊപ്പം വരുന്നുണ്ട്. SK